ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് താഴത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ തീരാത്ത പകയോട് കൂടിയിട്ട് അലീനനെ നോക്കുകയാണ്. അപ്പോൾ യാത്ര പറഞ്ഞു ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ സാറ് പോകണ്ടെന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. നിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ നിന്നെ പറഞ്ഞയക്കാൻ പോകുന്നു, നിനക്ക് തരാനുള്ളത് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞോളാനൊക്കെ പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് എത്രയാണ് തരേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഈ ജന്മത്തിൽ എൻ്റെ കടം തന്നു തീർക്കാനായിട്ട് മേഡത്തിന് കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇതൊക്കെ കേട്ടിട്ട് ബാലേന്ദ്രൻ മുകളിൽ നിന്ന് വന്ന് പറയുന്നുണ്ട്, അതെ അവളെ ആരാണ് ശത്രുവായിട്ട് കാണുന്നത് അവരൊക്കെ ഇനി മുതൽ എൻ്റെ ശത്രുക്കളാവണമെന്ന് പറയും കേട്ടോ. അപ്പോൾ രോഹിത്തിനും ബബിതയ്ക്കൊക്കെ ഒരു അടി കിട്ടിയ പോലെ കേട്ടോ. പിന്നെ അങ്ങോട്ട് യുദ്ധമാണ് കേട്ടോ എല്ലാ ദിവസവും. അപ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വൈജയന്തി. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഭർത്താവാണെന്ന് അല്ല ഭാര്യയാണ്, നിങ്ങളെൻ്റെ ഭർത്താവല്ലേ, ഞാനല്ലേ നിങ്ങളെ നോക്കണ്ടേന്നൊക്കെ പറയുമ്പോൾ നീ നിൻ്റെ ശിവേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് പറമ്പിൽ നിന്ന് ഒരു വാഴക്കൊല വെട്ടിക്കൊണ്ട് വന്നിട്ട് അതിനെ പുറത്ത് നിർത്തിക്കോ, എന്നിട്ട് അത് നിൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, കോണിമ്പെല്ല് വെച്ചിട്ടുണ്ട്. ആ ബെല്ലടിക്കുമ്പോൾ അലീനയാണ് കേട്ടോ പോകുന്നത്. ഇതൊക്കെ വൈജയന്തിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ്. അത് ലാസ്റ്റ് എത്തുന്നത് വൈജയന്തി അലീനയുടെ മുഖത്ത് ഒറ്റ അടി അടിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ബാലചന്ദ്രൻ ദേഷ്യം വന്നിട്ട് വൈജയന്തിനെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് എറിയാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് വൈജയന്തിൻ്റെ മേത്ത് എറിഞ്ഞു ഓടിക്കുകയാണ്. ഇവളോട് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പൊക്കോളാൻ പറയുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് വൈജയ്ക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. പക്ഷെ വൈജരായൊരു കലിപ്പും ദേഷ്യം കണ്ടിട്ട് ഗംഗാധരൻ വൈജയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ആഗ്രയിലെ കഥകളൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നറിയാലോ. ബാലേന്ദ്രൻ മാത്രമല്ല, നിൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ആട്ടിപ്പായിക്കും. അത് മനസ്സിൽ വെച്ചിട്ട് വേണം നീ പെരുമാറാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ വൈജയന്തി തല്ലിയ കവിളിൽ ഇങ്ങനെ തലോടിയിട്ട് സാറില്ല പോട്ടെ എന്നൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ അലീന മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, നേരിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, മേഡത്തിന് ആഗ്രയിൽ ഒരു പ്രേമം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി അവിടുത്തെ നടന്ന കഥകളൊക്കെ പറയുകയാണ്. ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളുമായിട്ടായിരുന്നു പ്രണയം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് പുതിയ പ്രേമം വന്നിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.